ഹലോ, ലെറ്റ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ഇവിടെ വെള്ള ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/4 കിലോനോളം ഉണ്ട് ഇതിൽ. പച്ച കളർ ഗ്രീൻ പീസ് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 വിസിൽ വരെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സവോളയൊക്കെ അരിഞ്ഞെടുക്കാം. ഒരു 2 മീഡിയം സൈസ് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 5 മുട്ടയാണ്. 5 മുട്ട ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിനെ ഞാൻ വെച്ചിട്ടുണ്ട്. കുക്കറൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാടുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. സവോള കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് എഗ്ഗ് മസാലയാണ് കേട്ടോ. അപ്പോൾ സവോള ഒന്ന് വാട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഒരു എരിവ് അതിലുണ്ടാവുള്ളൂ കേട്ടോ. വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട ശേഷം മാത്രമേ മുട്ട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഗ്രീൻ പീസിലേക്കൊന്നും ആ മുട്ട പിടിക്കില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പ് ഞാൻ ഗ്രീൻ പീസിൽ ഒരുപാട് ഇട്ടിട്ടില്ല, ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മുട്ടയൊക്കെ ആ ഗ്രീൻ പീസിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ കുറച്ച് സമയം ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഈ തട്ടുകടയിലും ഈ ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് എഗ്ഗ് മസാലയാണ്. പച്ച കളറുള്ള ഗ്രീൻ പീസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കൽ. ഇതിപ്പോൾ വെള്ള ഗ്രീൻ പീസാണ്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ ആ മുട്ടയുടെയും ആ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല മുന്തി നിൽക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുറച്ച് നേരം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണവരെ. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഫസ്റ്റ് ഇട്ട് വെന്ത് പോകാൻ പാടില്ല. തക്കാളി ലാസ്റ്റ് ഇടണം. തക്കാളി കടിക്കാൻ കിട്ടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തക്കാളി ഇട്ട ശേഷം നമുക്ക് ഒരുപാട് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. തക്കാളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളിയൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 1 തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 4 മണി സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മസാലയാണ് കേട്ടോ ഇത്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക്